അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലണ്ടനിൽ പോയി ഊക്ക് വാങ്ങിയ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ, അതിൻ്റെ റിയാക്ഷൻ വീഡിയോസും അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് വീഡിയോസുകൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായതും വളരെയധികം സന്തോഷാർഹമായതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള മതേതരരായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ അതൊക്കെ ശരിക്കും ആസ്വദിച്ചു. ഒരുപാട് ഇസ്ലാമിക വിദ്വേഷ പ്രചരണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഏൽക്കേണ്ടി വന്നൊരു പ്രഹരമായിട്ടൊക്കെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെയധികം നമ്മളെ വിഷമിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്തരം വീഡിയോകൾ അത്തരം ദായിമാരുടെ, അതായത് ലണ്ടനിൽ ആരിഫ് ഹുസൈനെ ഓപ്പോസിറ്റ് ചെയ്ത ഒരു ദായി, അയാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോസ് കാണരുതെന്നും അതിൽ നിന്നൊക്കെ ജനങ്ങൾ പിന്മാറണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു ആഹ്വാനം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അത് വല്ലാതെ പ്രയാസപ്പെടുത്തി. അപ്പോൾ അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ബഹുമാന്യരായ നമ്മുടെ അഖിമാരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു അവരത് ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴൊരു ധാരണയില്ല. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് സാലിഷ് ഖാണ്. അദ്ദേഹത്തെ ചർച്ചയിലേക്ക് ക്ഷണിക്കാം. സാലിഷ് ഖാ, കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആരിഫ് ഹുസൈൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കണ്ടിട്ടുണ്ടാവല്ലോ. യഥാർത്ഥത്തിൽ അതിനെതിരെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ അഖിമാർ വന്നിരിക്കണം. അതിൻ്റെ ആ ഒരു വീഡിയോ, ആ ഒരു ഓഡിയോയുടെ ചെറിയൊരു ശകലം വേണമെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്ത് തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹൈറാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വോയിസ് ഞാൻ അയക്കുന്നത്. ഇപ്പോൾ നിലവിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന, വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ ഇസ്ലാമിൻ്റെ മേൽ പറയുന്ന അങ്ങേയറ്റം അപഹാസ്യമായ ഒരു കളവ് അത് പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് കൈയോടെ പിടികൂടപ്പെടുകയും അങ്ങനെ നാണം കെട്ട് അവിടെ നിന്ന് അയാൾക്ക് മടങ്ങിപ്പോരേണ്ടി വരുന്നതുമാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വീഡിയോകൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൽ ഹൈറേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇസ്ലാമിൻ്റെ മേൽ പറയുന്നൊരു കളവ് അത് പൊളിച്ചെഴുതപ്പെടുന്നു, അങ്ങനെ ഇസ്ലാമിൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഹൈറ് മാത്രമാണ് പ്രത്യക്ഷത്തിൽ അതിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. പക്ഷേ ഇതുകൊണ്ട്, ഇങ്ങനൊരു വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഷർറുകൾ, അതിപ്പോൾ നടന്ന ഷർറുകൾ മാത്രം, ഞാൻ നടക്കാൻ പോകുന്ന സാങ്കല്പികമായിട്ടുള്ള ഭാവനയിലുള്ള ഷർറുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇപ്പം ഈ ഒറ്റൊരു വീഡിയോ പ്രചരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഷർറുകൾ, നടന്ന പ്രാക്ടിക്കലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷർറുകളെ പറ്റി ഞാനൊരു താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് അയക്കുന്നത്. ഒന്നാമത്തത് കേട്ടില്ലേ? അപ്പോൾ എന്താണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാവണില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക വിമർശകനോ നബി വിമർശകനോ അല്ലെങ്കിൽ മുസ്ലിം വിമർശകനോ അല്ല. അങ്ങനെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ നബിനെ തെറി വിളിക്കുന്ന, അള്ളാഹിനെ തെറി വിളിക്കുന്ന, ഖുർആനും ഹദീസൊക്കെ വളരെ നിന്ദ്യമായ ഭാഷയിൽ ഇസ്ലാം മതത്തെയും മുസ്ലിം സൊസൈറ്റിനെയും നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നബി നിന്ദകനും ഇസ്ലാമിക നിന്ദകനാണ്. അതിനെ ഒരു വിമർശകൻ്റെ എന്ന് പറയുമ്പോൾ അതിനൊരു നിലവാരം ഉണ്ടല്ലോ. ആ നിലവാരത്തിലൊന്നും കാണാനേ കഴിയാത്ത തറ നിലവാരത്തിലുള്ള ഒരു ഇസ്ലാം വിരോധിയാണ്. ശരിക്കും ഇസ്ലാം വിമർശകനല്ല, ഇസ്ലാം വിരോധിയാണ്. അപ്പോൾ അയാൾ ലണ്ടനിൽ പോവുകയും ഇവിടെ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള വിദ്വേഷ പ്രചരണം ലണ്ടനിൽ എടുത്തപ്പോൾ അവിടുത്തെ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് നടന്ന ഡിബേറ്റിൽ പിന്നെ അദനാൻ റാഷിദും അതുപോലെ തന്നെ ബ്രദർ ഹാഷിം എന്ന് പറയുന്ന രണ്ട് ദായിമാർ കൈയോടെ പിടികൂടുകയും അയാളുടെ കള്ളത്തരം പൊളിക്കുകയും വളരെ നിന്ദ്യമായി അയാളെ നിന്ദിക്കുന്നൊരവസ്ഥയിൽ അയാളെ ലോകത്തിൻ്റെ മുന്നിൽ മുഴുവൻ അപമാനിതനായിട്ട് അയാൾ നിന്നു. പിന്നെ ഈ ലജ്ജ, ഉളുപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ സർവൈവ് ചെയ്ത് പോവും. അത്യാവശ്യം ഒരു പേരിനെങ്കിലും ഒരു മാന്യതയും ലജ്ജൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതോടുകൂടി അവർ മാറി ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ഫണ്ടാണ് ഇതിൻ്റെ പിന്നിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, മുപ്പരൻ്റെ തുറന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഫണ്ടിന് വേണ്ടിയിട്ട് എന്ത് നിന്ദ്യമായ വേലയും ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ ഇതിൽ ആഹ്ലാദിക്കുകയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ, അതുപോലെ തന്നെ മതേതരവാദികളൊക്കെ. കാരണം ഇത് കാലങ്ങളായി നബീനെ ഇങ്ങനെ തെറി വിളിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഖുർആനെയും അള്ളാഹുവിനെയും ഒക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക, നിന്ദിച്ചുകൊണ്ടിരിക്കുക, കള്ള ആരോപണങ്ങൾ അവർക്കെതിരെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുക, അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ജോലി, ഈ വെറുപ്പുൽപാദനത്തിനോടുള്ള ഭയങ്കരമായിട്ടുള്ള നീരസം ഈ പറഞ്ഞ എല്ലാ മാന്യന്മാരായ ആളുകൾക്കുണ്ട്. അവരെല്ലാം ഇയാളിങ്ങനെ തേഞ്ഞൊട്ടിയപ്പോൾ എല്ലാവരും അതിൽ സന്തുഷ്ടരാണ്. വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു, അതിൽ കൂട്ടത്തിൽ മുസ്ലിങ്ങളും പോസ്റ്റ് ചെയ്യുന്നു. കാരണം നബിനെ തെറി വിളിക്കുന്ന ഒരുത്തൻ അപമാനിതനാകുന്ന രംഗം മുസ്ലിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. അവരെല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മളെ കേരളത്തിൽ ഈ ആരിഫ് ഹുസൈൻ തേഞ്ഞൊട്ടിയ വീഡിയോ അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനെതിരെ 2 വിഭാഗം അസ്വസ്ഥരാണ്. ഒന്ന് സംഘി ക്രിസംഘി എത്തിസ്റ്റ്, പിന്നെ ഈ ലിബറലിസ്റ്റ് ടീമുകൾ. അവർ നിരാശ എന്താണെന്ന് വെച്ചാൽ ആരിഫ് ഹുസൈൻ തേഞ്ഞൊട്ടാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ സംഘികളുടെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തെ അതിൽ ചേർത്ത് വെക്കാൻ പറ്റിയ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അഹൈറാണ്. അഹൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ തേഞ്ഞൊട്ടി എന്നതിൽ അവർ ഹാപ്പിയാണ്. പക്ഷെ തേച്ചൊട്ടിച്ച ആളുകൾ അവരെ ടീമല്ല, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ദർജയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ വീഡിയോ ഇനി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദായിമാരെ പറ്റിയിട്ട് ആളുകൾ അറിയും. അപ്പോൾ അവരുടെ വീഡിയോകൾ കാണാൻ കാരണമാകും. അത് പിന്നെ സഹാബത്തിൻ്റെ മനഹജിൽ നിന്ന് തെറ്റിയവരാണ്, വഴിപഴിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ കാണാൻ ഈ സമയത്ത് ഈ ആളുകൾ ഇതിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പറയുന്നേക്കുമ്പോൾ വിചാരിക്കും ഏതെങ്കിലും ഷീഴാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക അങ്ങേറ്റത്തെ സൂഫി ചിന്താധാരയിൽ കൊണ്ടുനടക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ ആശയം പേറുന്ന ഏതെങ്കിലും ടീമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. സത്യത്തിൽ ഇവരങ്ങനല്ല. ഇവർ ഒരു സലഫി മൻഹജിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ UK കേന്ദ്രീകരിച്ചിട്ട് സ്പീക്കേഴ്സ് കോർണറിൽ ഡിബേറ്റുകൾ സംഘടിപ്പിക്കും. ദാവാ വൈസ് എന്നിട്ട് ഒരു ടീമാണ്. അപ്പോൾ ഈ ദാവാ വൈസ് ടീമിൻ്റെ ഏരിയ തന്നെ നോൺ മുസ്ലിം ദാവാണ്. അതാണ് മുസ്ലിങ്ങൾക്ക് ദാവത്ത് എത്തിക്കുക. അല്ലെങ്കിൽ ഇസ്ലാമിക വിമർശകർ പുറത്തുനിന്ന് ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു ടീമാണത്. അവരുടെ ജോലി അതാണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ വിളിച്ചിരുത്തിയിട്ട് മദ്രസയിൽ വിളിച്ചിരുത്തി കിതാബ് തൗഹീദ് ദർസെടുക്കലല്ല അവരുടെ ശൈലി. അത് മോശമാണെന്നല്ല, പക്ഷേ അവരുടെ ശൈലി എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിം ദാവ അല്ലെങ്കിൽ ഇസ്ലാമിക വിമർശനത്തെ പ്രതിരോധിക്കുന്ന ഒരു ഏരിയയിലാണ് അവർ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല റിസൾട്ടുണ്ട്. ധാരാളം ആളുകൾ UK കേന്ദ്രീകരിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ ധാരാളം ആളുകൾ അവരുടെ ഇസ്ലാമിക വിമർശനങ്ങളുടെ പൊള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടുകയും സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും കുറേ ആളുകൾക്ക് വെളിച്ചുണ്ടാവുകയും ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും കുറേ ആളുകൾ ഇസ്ലാമിനെതിരെ പ്രചരിപ്പിക്കപ്പെട്ട തെറ്റിദ്ധാരണ തിരുത്തപ്പെട്ട് അവർ നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവർ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നല്ല പണിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെ വീഡിയോ പ്രചരിക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ ആഹി മൊല്ലാണ് ഇതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഒരു മൊല്ലാണ്, ഞാൻ പേര് പറയുന്നില്ല. ബാക്കി മൊല്ലന്മാരെ അഭിപ്രായം ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. ഇവർ മൊത്തം ടീമിൻ്റെതാണ്. ഈ ടീം ഇങ്ങനെ തന്നെയാണ്. അതായത് അവരെ പോലെ അല്ലാത്ത ആ നീളം കുപ്പായോട്ട് അവരുടെ ആ ശൈലിയും അവരുടെ കിതാബ് വായന അല്ലാത്ത ഒരു ശൈലിയിലെ പ്രബോധനത്തെ ഇവർ അംഗീകരിക്കില്ല. അതാണ് ഇവരുടെ പ്രശ്നം. പോട്ടെ, ഇവർക്ക് വല്ല നോൺ മുസ്ലിം ദഅവ ഉണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഒരു ദഅവത്ത് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ദഅവത്തിൻ്റെ ഫളായിലൊക്കെ പള്ളിയിൽ ഇരുന്നിട്ടും ദർസിലൊക്കെ ഇരുന്നിട്ട് പറയുമെങ്കിലും ഇവർക്കൊരു നോൺ മുസ്ലിം ദഅവ എന്താ ഉള്ളത്? ഒരു അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സന്ദേശം എത്തിക്കുന്ന എന്ത് പ്രോഗ്രാമാണ്, എന്ത് പദ്ധതിയാണ് ഇവർക്കുള്ളത്? ഒന്നുമില്ല. ഇവരിങ്ങനെ ഈ ഉസൂൽ സലാസ ഇത് ദർസെടുക്കുക പോവുക, എന്നിട്ട് ഞങ്ങളുടെ നോക്ക് യഥാർത്ഥ സലഫികളെ കാണണമെങ്കിൽ ഞങ്ങളേക്ക് നോക്കണം, ഞങ്ങളുടെ സലഫി മൻഹജിൽ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ആളുകൾ ഇന്നവരല്ല എന്ന് പറയാനുള്ള എന്തോ ഒരു സ്കെയിൽ അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല അവർക്ക് അതിനൊരു അവകാശം ഉണ്ട്. ആരാണ് ഇത് പറയുന്ന ആള് ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്നവനക്ക് ഇന്നവൻ മൻഹജിന് തെറ്റിയവനാണെന്ന് പറയണമെങ്കിൽ ഇവനക്ക് എന്താ അവകാശമുള്ളത്? അവൻ്റെ മൻഹജ് വ്യക്തമാവണ്ടേ? ഇപ്പം ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ അദ്നാൻ റാഷിദായി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദായി മാത്രമല്ല, വലിയൊരു ചരിത്ര പണ്ഡിതനും കൂടിയാണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിലും ഓട്ടോമൻ ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററികൾ, കൊളോണിയലിസത്തിൻ്റെ ഹിസ്റ്ററി, ഇതിലൊക്കെ നല്ല അവഗാഹമുള്ള പണ്ഡിതനും ഗവേഷകനും കൂടാണ്. മാത്രമല്ല പിന്നെ ഹിസ്റ്ററി മാറ്റർ എന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വളരെ രസകരമായിട്ട് ഈ കാര്യങ്ങൾ ചരിത്രത്തിൽ നടത്തുന്ന കൈകടത്തലുകളൊക്കെ പിടിക്കുകയും ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന
പ്രത്യേകിച്ച് ഇസ്ലാമിക് ഹിസ്റ്ററി കേന്ദ്രീകരിച്ചിട്ടുള്ള പലതും പിന്നെ പഠിക്കുകയും ഗവേഷണം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബ്രദർ ഹാഷിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ അസാമാന്യമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ഒരാളാണ്. അവർക്ക് ക്രിസ്ത്യൻ മിഷനറിമാരും അതുപോലെ തന്നെ അവരുടെ പ്രബോധകന്മാരുമായിട്ടൊക്കെ നിരന്തരം ഡിബേറ്റുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നത് പിന്നെ ഇസ്ലാമാണെന്നും റസൂലുള്ളാഹിൻ്റെ സന്ദേശം തന്നെയാണ് ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു കൈമാറിയതെന്നും ഇന്ന് ക്രിസ്തു മതം ഈസാ നബിയുടെ സന്ദേശം നിലക്ക് പ്രചരിക്കുന്നത് പൗലോസിൻ്റെ മതമാണെന്നും എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് വളരെ രസകരമായ ഡിബേറ്റ് നടത്തി ക്രൈസ്തവരെ പോലും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സെലഫികളുമായിട്ട് നല്ല ബന്ധമാണ്. ഇംഗ്ലണ്ടിലെ സെൽഫി വണ്ടിയന്മാരുമായിട്ട് ഈ പറഞ്ഞ സ്പീക്കേഴ്സ് കോർണറിൽ അവരൊരുമിച്ച് വരാറുണ്ട്. അവിടുത്തെ സെൽഫി വണ്ടിയന്മാരായിട്ട് ഇനിയിപ്പോൾ ആ സെൽഫി വണ്ടിയന്മാർക്കും ഇവർ മനഹജ് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇവരാണ് ലോകത്തെ എല്ലാ ആളുകളെയും നോട്ട് ചെയ്തിട്ട് ഇത് സെൽഫി മനഹജിന് തെറ്റിയോ എന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്യാനുള്ള അട്ടിപ്പേറവകാശം പേറി നടക്കുന്നത് ഈ അഹകളാണ്. ഇവിടെ കേരളത്തിൽ അത്ര വിൽക്കണ ഇവനൊക്കെയാണ് അത് തീരുമാനിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ റൈറ്റ്സ് ഇപ്പോൾ ഇവർക്ക് ആരും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ എന്താ സെലഫി മനഹജ്? സെലഫി മനഹജ് എന്ന് പറഞ്ഞാൽ ഇവരെന്തോ ഇവർ ചെയ്യണ പോലെ നീളം കുപ്പായോട്ട് പള്ളിയിൽ ഒരു കസേര എടുത്തിട്ടിട്ട് ഉസൂലു സലാസ ദർസ് എടുക്കുക. എന്നിട്ട് ആ ദർസ് എടുക്കുമ്പോൾ തന്നെ നേരെ ചൊവ്വ മലയാളം പറയാതെ നോക്കുക. ശൈലി കണ്ടിട്ടുണ്ടല്ലോ. വയലിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ദർസിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറേ കാലങ്ങളായി അറേബ്യയിൽ ജീവിച്ച് വളർന്ന് അറബി ഭാഷയിൽ ചിന്തിച്ച് അറബി ഭാഷയിൽ എഴുതി വായിച്ച് സംസാരിച്ച് അറബി ഭാഷ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ മലയാളം പറയാൻ ശ്രമിക്കുക. മലയാളം മറന്നുപോയി. അതെ തന്നെ, മലയാളം മറന്നുപോയ ഒരാളെ പോലെയാണ്. അറിയുമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വായതാണ്. അറിയുമോ റാണ് അവിടെ ഉച്ചരിക്കേണ്ടത്, അവിടെ അരിയുമോ എന്നാക്കും. അങ്ങനത്തെ ഒരു വായൽ നടത്തി ആ സിസ്റ്റാണ്. അങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് സെലഫികൾ വിചാരിച്ചിരിക്കുക. സെലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും അടങ്ങുന്ന സെലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ സെൽഫിയത്ത്. അതല്ലാതെ ലോകത്തെ സെലഫി ഒരു ലിസ്റ്റ് ഇടുന്ന പണ്ഡിതന്മാരെങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കലല്ല. സെലഫുകൾ എങ്ങനെ മനസ്സിലാക്കി? സെലഫ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വഹാബ, അത് കഴിഞ്ഞ താബീങ്ങൾ, താബീങ്ങൾ. ഇതാണ് ഇപ്പോൾ സെലഫ് എന്ന് പറഞ്ഞത്. ഇവർ മനസ്സിലാക്കിയ രൂപത്തിൽ ഖുർആനും ഹദീസും മനസ്സിലാക്കുക. ഇതാണ് സെലഫിയത്ത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഇവരങ്ങനെയാണോ? ഇവരിൽ നമ്മൾ അവരെപ്പറ്റി അന്വേഷിച്ചതിൽ കൊടുത്തോളം അങ്ങനെ ഒരു മൻഹജ് വിരുദ്ധരായിട്ട് നമ്മൾ കാണില്ല. മാത്രമല്ല സൂഫി ഈ അതിവാദങ്ങൾക്കെതിരെ ഷിഈകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയും വിമർശനം അഴിച്ചുവിടുകയും ചെയ്യുന്ന ആളുകളാണ് ഈ അദ്നാൻ റാഷിദും അതുപോലെ തന്നെ ബ്രദർ ഹാഷിം എന്ന് പറഞ്ഞ ഈ ദഅവ വോയിസിൻ്റെ ടീമുകൾ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തള്ളിപ്പറയേണ്ട ആൾക്കാരില്ല. മാത്രമല്ല അസ്മാ സിഫാത്തിൻ്റെ കാര്യത്തിലായാലും ആയത്ത് ഹദീസും വ്യാഖ്യാനിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അവർ സെലഫി ധാരയിൽ തന്നെ നിൽക്കണം. ഞങ്ങളിങ്ങനെ സെലഫിയാണ്, സെലഫി സംഘടനയാണ് എന്ന് അവരവകാശപ്പെടുന്നില്ലെങ്കിലും അങ്ങനത്തെ ധാരാളം ആളുകളുണ്ടല്ലോ. അതൊരു പക്ഷെ അവിടെ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അനുവാദം എന്നല്ല, ഓരോ നാട്ടിലും ഒരു സിസ്റ്റത്തിലാണ് സെലഫിയത്ത് പ്രവർത്തിക്കുക. ചിലയിടത്ത് സംഘടനയായിട്ട്, ചിലടത്ത് സംഘമായിട്ട്, ചിലടത്ത് സംഘമൊന്നുമില്ലാതെ വ്യക്തികളായിട്ട് പ്രവർത്തിക്കും. നമ്മൾ നോക്കേണ്ടത് ഈ മൗലികമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ആദർശ വ്യതിയാനങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇനി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അഹൈമാരുണ്ടല്ലോ, ഇവർ ഇസ്തിആനത്തും ബിൽ ജിന്നിൽ സ്വീകരിച്ച വഴിവഴ പോലും അവർക്കില്ല. ഈ അദ്നാൻ റാഷിദിനുമില്ല, ബ്രദർ ഹാഷിമിനുമില്ല. അതുകൊണ്ടായിരിക്കാം ഇവരെ മനഹജ് അതിരിക്കും ഇത് ശിർക്കല്ല എന്ന് പറയണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സെൽഫിക്ക് എത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരാ വിഷയത്തിൽ ഗായിബായ ജിന്നുകളോട് സഹായം തേടിയാൽ, ഗായിബായ മലക്കുകളുടെ സഹായം തേടിയാൽ ശിർക്കും മുത്തലക്കായ ശിർക്കായിട്ടാണ് അവർ കരുതുന്നത്. ആ വിഷയത്തിൽ ഇവരാണ് വഴിപഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കില്ലേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അവരെ മൊല്ലാര് പറയട്ടെ, ദർസെടുക്കാൻ മുദ്രിസിങ്ങൾ പറയട്ടെ, അത് ജിന്നിനോടുള്ള സഹായം തേടിയാൽ ഇത് ശിർക്കനാണ്, കേനം പറഞ്ഞാണ് ശരി, വിസ്തം പറഞ്ഞാണ് തെറ്റ് എന്നൊന്നും പറയാനവരില്ല. മൗനം അവലംബിക്കുക. മാത്രമല്ല ഇവരെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിലാണ്. ശിർക്കല്ല ജിന്നിനോടുള്ള സഹായത്തെറ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ് അവരെ പാസ്റ്റ്, അതിലായിരുന്നു അവർ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ അവർ മൗനം അവലംബിക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇവരെക്കാൾ ബെറ്റർ സെൽഫികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റും കുപ്പായം ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക. ഇവരെ പോലെ അല്ല, അത് വലിയ പ്രശ്നമാണ്. കാരണം പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ എന്തായാലും പറയാ, ഇതിന്റെ ടീഷർട്ടിന്റെ മേലിടുന്ന സാധനം അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ലണ്ടനാണല്ല, അതെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ട. ഓരോ ജനങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിലല്ലേ ജീവിക്കുന്നത്. ഹറാമായ വസ്തുധാരണമൊന്നല്ല. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ സെലഫിയത്തിന് ചേരാത്തതായിരിക്കും. കാരണം കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കാൻ പാടില്ലല്ലോ. പിന്നെ അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും. ഈ അദ്നാൻ റാഷിദ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വംശജനാണ്. ലണ്ടനിൽ തന്നെയാണ് മൂപ്പരവിടെ സ്ഥിര ഉള്ളത്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ രീതിയിലും പിന്നെ ഹിന്ദിയുടെ രീതിയിലും സംസാരിക്കണേ. ഇനിയിപ്പോൾ ഇവർ മലയാളം സംസാരിക്കണ പോലെ അരിയില്ല എന്ന് പറഞ്ഞ പോലത്തെ മലയാളം സംസാരിക്കാത്തതാണോ പ്രശ്നം എന്നും നമുക്കറിയില്ല കേട്ടോ.
ഹിന്ദിനെ ഒന്ന് ഹിന്ദി അറിയാത്തവൻ ഹിന്ദി പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയാത്ത ഇംഗ്ലീഷ് അങ്ങനെ ആവണോ? അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. ഇവരിൽ ഗൗരവപ്പെട്ട പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അവിടുത്തെ UK കേന്ദ്രീകരിച്ച് സലഫി പണ്ഡിതന്മാരൊക്കെ തന്നെ അവരായിട്ട് സഹകരിച്ച് ഇവരോടൊപ്പം തന്നെ ഈ സ്പീക്കേഴ്സ് കോർണറിൽ ഡിബേറ്റുകൾക്ക് പങ്കെടുക്കാറുണ്ട്. ഇവരാണെങ്കിൽ ഈ സൂഫി അതിവാദങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകളാണ്. അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിലൊക്കെ സലഫുകൾ സ്വീകരിച്ച സമീപനം സ്വീകരിക്കുന്നവരാണ്. ആകത്തൊക്കെ സലഫികൾക്ക് തൊടാൻ പാടില്ലാത്ത തീണ്ടാൻ പാടില്ലാത്ത ഒരു വിഭാഗമല്ല ഇവർ. അത് നമുക്ക് വ്യക്തമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പോരായ്മ പറഞ്ഞ് ഇതാക്കാന്നല്ലാതെ ഇവരുടെ വീഡിയോ തന്നെ നിങ്ങളാരും പോസ്റ്റ് ചെയ്യരുത്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കരുത്, അവരെ പറ്റി ആളുകൾ കേട്ടറിഞ്ഞാൽ അവരുടെ വീഡിയോ മറ്റും കേട്ട് വഴിവഴച്ചു പോകും എന്ന് പറയാൻ മാത്രമുള്ള ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്താൽ മതി? ആ ഫോൾട്ട് ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ മതി. ജനങ്ങൾ വീഡിയോ ഷെയർ ചെയ്യട്ടെ. കാരണം എന്താണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറി വിളിക്കുന്ന ഒരുത്തൻ നിന്ദ്യനാകുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്, പൊതുജനത്തിൻ്റെ ഇടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കണതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അതിന് ഇവരെ സംബന്ധിച്ച് ഇവർ ഇതിൻ്റെ അപ്പുറം പറയും. കാരണം ഇവരെ സംബന്ധിച്ച് ഈ ദർസല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, നോൺ മുസ്ലിം ദഅവ അതിൻ്റെ ആ വിഷയത്തിൽ യാതൊരു വീക്ഷണവുമില്ല, യാതൊരു നിലപാടുമില്ല, പ്രവർത്തനവുമില്ല. പറയുമ്പോൾ ദഅവത്തിനെ പറ്റി ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞെങ്കിലും ഇവർ ആയിട്ട് ആരും വരില്ല. മാത്രമല്ല ഇവർക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർക്ക് ഈ ദഅവത്തിൻ്റെ ഒരു മൻഹജും ദഅവത്തിൻ്റെ ഒരു വസായിലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. മൻഹജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്, മെത്തഡോളജിയാണ്. അത് മാറ്റാൻ പറ്റില്ല. അത് എങ്ങനെയാണ് അമ്പിയാക്കന്മാർ പ്രബോധനം ചെയ്യുക അതുപോലെ ചെയ്യണം. തൗഹീദിനായിരിക്കണം മുൻഗണനാക്രമം, അങ്ങനെ ആ രൂപത്തിലാണ് അത് പോകേണ്ടത്. അതുപോലെ സലഫു സ്വാലിഹ്യങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കി പോകണം. ഇതൊക്കെയാണ് അതിൻ്റെ രീതി. പക്ഷേ വസായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. കാലഘട്ടത്തിനനുസരിച്ച് പല രൂപത്തിലും പല ഭാവത്തിലും അത് പോവും. ഹറാമല്ലാത്ത എല്ലാ വസായിലും കാലഘട്ടത്തിന് അനുയോജ്യം ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇവർ ഈ വസായിൽ ഇവരെ വസായിലല്ലാത്ത മറ്റൊരു വസായിൽ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ഇവരെ ധാരണ മൻഹജിൽ തന്നെ തെറ്റിയെന്നാണ്. മൻഹജ് വേറെ, ദൈവത്തിൻ്റെ വസായിൽ വേറെ. അപ്പോൾ ഇത്തരം യാതൊരു വിധത്തിലുള്ള അവഗാഹമില്ലാത്ത ഒരു വർത്താനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നോൺ മുസ്ലിം ദഅവാ രംഗത്ത് ഒന്നും ചെയ്യാത്തവനും ഒന്നും ചെയ്യാനില്ലാത്തവനും ഈ ദായിമാരെ മുഴുവൻ, അവർക്ക് സാക്കിർ നായിക്കിനെ പറ്റൂല, ഇവർക്ക് അഹമ്മദ് ദീദാത്തിനെ പറ്റൂല, MM അക്ബറിനെ പറ്റൂല. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു നോൺ മുസ്ലിം ദഅവാ രംഗത്ത്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ എന്ന് പറയുമല്ലോ, ഒരു ഇസ്ലാമിക വിമർശനങ്ങളെ പുറത്തുനിന്നുള്ളതിനെ തടുക്കുക, അതിനെ ചെറുക്കുക എന്നുള്ള ആ രീതി നിർവഹിക്കുന്ന ആൾക്കാരെ ഒന്നും ഇവർക്ക് പറ്റൂല. ഇവരിട്ട് ഇത് ചെയ്യല്ല. അല്ലെങ്കിൽ അവർ പറയട്ടെ, അവർ ചെയ്യുന്നത് ഇത്ര കാലമായിട്ട് അഹൈമാർ കേരളത്തിലുണ്ടായല്ലോ, അവർ ചെയ്യുന്നൊരു നോൺ മുസ്ലിം ദഅവാ ഏരിയ എന്താ? ഇല്ല, ഒന്നുമില്ല. ചെയ്യുന്നവരെ ഇട്ടിട്ട് അപ്പം തന്നെ തിട്ടൂരിറക്കും. അവൻ സലഫിയല്ല, മൻഹജിൻ തെറ്റുവന്, അവൻ്റെ വയലേക്കാൻ പാടില്ല, അവൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. സങ്കുചിതത്തിന് ഒരു നീളം കുപ്പായിട്ടാൽ അതിനെ അഹയിൽ നിന്ന് വിളിക്കേണ്ട വരും എന്നൊരവസ്ഥയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്.